السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഹിലാൽ ദർശനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിലാണ് യഥാർത്ഥ പ്രാമാണികതയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള നിലക്കുള്ള ഒരു താരതമ്യ ചർച്ചയ്ക്ക് നമ്മൾ തുടക്കമിട്ടത്. ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക മാസപ്പിറവി നിശ്ചയിക്കേണ്ടത് എന്താണ്, അതിന്റെ ആധാരം എന്താണ് എന്നുള്ള ചർച്ചയാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഫറയിൽ നിന്ന് അഥവാ ശാഖയിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയാണ് ഈ സംഘടനാവാദവുമായി നടക്കുന്ന ആളുകൾ നടത്തി വരാറുള്ളത്. അതായത് നാട്ടുകാരൊക്കെ എന്നാണോ നോമ്പെടുക്കുന്നത് അന്ന് നോമ്പെടുക്കണം, നാട്ടുകാരൊക്കെ എന്നാണോ പെരുന്നാള് അന്ന് പെരുന്നാൾ. എന്തിനാണ് ഇത് പറഞ്ഞു വെക്കുന്നത്? ആ ഹദീസിന്റെ സാഹചര്യവും പശ്ചാത്തലവും വിലയിരുത്താതെ അത് പറഞ്ഞു വെക്കാനുള്ള കാരണം, ഞങ്ങൾ തെറ്റായ മാസദർശനത്തെയാണ് പിന്തുണച്ചതെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു ഹദീസിന്റെ പിൻബലമുണ്ട് എന്ന് കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ആ ഒരു ഹദീസിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി നാട്ടുകാർ നോമ്പെടുക്കുന്ന ദിവസം നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. നാട്ടുകാർ എപ്പോഴാണ് നോമ്പെടുക്കേണ്ടത്? അന്നാണല്ലോ നോമ്പെടുക്കേണ്ടത്. അപ്പൊ നോമ്പ് എടുക്കേണ്ട ദിവസത്തിന് അല്ലെങ്കിൽ പെരുന്നാളാക്കേണ്ട ദിവസത്തിന് വ്യക്തമായ ഒരു ആധാരമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംഘടനാവാദികളും അംഗീകരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ മാസം കാണണം. പക്ഷേ തർക്കം അവിടെയല്ല, ആരു മാസം കാണണം. ലോകത്ത് വിശ്വസ്തമായ ഏത് മാസദർശനത്തെ കുറിച്ച് അറിഞ്ഞാലും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോമ്പെടുക്കാമോ പെരുന്നാളാക്കാമോ? ഇവിടെയുള്ള വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ പറയുന്നത് അവനവന്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു ക്ലാരിറ്റി ഉണ്ടോ? അതിന്റെ അതിർത്തി എന്താണ്? അതൊക്കെ പറയുന്നിടത്ത് യാതൊരു തലയും വാലുമില്ലാത്ത അതിർത്തി നിർണയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പറയും ഉദയ വ്യത്യാസം. അപ്പോൾ ഓരോ ഉദയത്തിനനുസരിച്ച് ഇഖ്തിലാഫുൽ മത്താലിനനുസരിച്ച്, അപ്പം സൗദി അറേബ്യയിൽ ഒന്നാകെ ഒരു ദിവസമാണല്ലോ നോമ്പ്, ഒരു ദിവസമാണല്ലോ പെരുന്നാൾ. അപ്പോൾ പറയുമെന്ത്, അവിടെ ഉദയവ്യത്യാസങ്ങളുണ്ട്, പല നാട്ടിലും ഉദയവ്യത്യാസങ്ങളുണ്ട്, എന്നിട്ടും എന്താണ് ഒരേ ദിവസം? അപ്പൊ പറയുന്ന ന്യായം അവിടെ ഉദയവ്യത്യാസമല്ല, ഒരു നാട്ടിൽ എപ്പോഴാണോ പെരുന്നാൾ. അപ്പൊ എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് പെരുന്നാൾ എടുക്കേണ്ടത് എന്നത് കാഴ്ചയെ സംബന്ധിച്ചു തന്നെ ഭിന്നമായ അഭിപ്രായങ്ങളാണ്. ഒന്ന്, ഒരു നാട്ടിലെല്ലാം ഒരുമിച്ചായിരിക്കുക. രണ്ട്, ഒരു ഉദയസ്ഥാനത്തെല്ലാം ഒരുമിച്ചായിരിക്കുക. മൂന്ന്, ലോകത്തുടനീളം സാധ്യമാകുമെങ്കിൽ ഒരുമിച്ചായിരിക്കുക. ഇവിടെ പ്രാമാണികമായി ഏറ്റവും വലിയ പിൻബലമുള്ളത് ലോകത്തുടനീളം ഒരുമിച്ച് നോമ്പാകണം, ഒരുമിച്ച് പെരുന്നാളാകണം. അതാണ് യഥാർത്ഥ ഐക്യം. ഇന്ന് ഐക്യത്തിന്റെ പേരിലാണ് ഏക മാസപ്പിറവിയെ അംഗീകരിക്കുന്ന സലഫി സഹോദരങ്ങളെ പല ആളുകളും ഭിന്നിപ്പിന്റെ വക്താക്കൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? അതേപോലെ ഒരു നാട്ടിലെ വിശ്വസ്തമായ മാസദർശനം അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ നാട്ടുകാർക്കും ബാധകമാണ് എന്നുള്ളതിന്റെ തെളിവെന്താണ്? ഇതാണ് നമുക്ക് ആമുഖമായി പരിശോധിക്കാനുള്ളത്. ഭൂരിപക്ഷ അഭിപ്രായം ഏക മാസപ്പിറ, ഒരു നാട്ടിൽ മാസം കണ്ടാൽ അതെല്ലാവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് അറിഞ്ഞു കഴിഞ്ഞ എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നുള്ളതാണ് പൂർവ്വകാല നൂറ്റാണ്ടുകൾ മുതൽക്ക് തന്നെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഇവരൊക്കെ ആ അഭിപ്രായമാണ് അതിന്റെ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത്. ഇനി ഷാഫി മദ്ഹബിലെ ഒരു വിഭാഗം അഭിപ്രായവും അത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ വിസ്ഡം കണ്ടെത്തിയിരിക്കുന്നത് ഭൂരിപക്ഷ അഭിപ്രായം ഓരോ നാട്ടിലും കാണണം. അത് ഒന്നുകിൽ അറിവില്ലായ്മയാണ് അല്ലെങ്കിൽ കളവാണ്. നിങ്ങൾ നോക്കൂ, വിസ്ഡത്തിന്റെ ഒരു പ്രബോധകൻ ഭൂരിപക്ഷ അഭിപ്രായത്തെക്കുറിച്ച് തെറ്റായ ഒരു നിരീക്ഷണം നടത്തുന്നത് നമുക്ക് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ഓരോ നാട്ടിലും ഉദയസ്ഥാനങ്ങളും അധിസ്തമസ്ഥാനങ്ങളും ഉദയ സമയങ്ങളൊക്കെ വ്യത്യസ്തമാണ്, അത് സത്യമാണ്. അതുകൊണ്ട് ആ ഉദയാസ്തമയ വ്യത്യാസങ്ങളെ പരിഗണിക്കുക. ഏത് നാട്ടിൽ ഒരേ സമയത്ത് ഉദയമുണ്ടോ ആ നാട്ടിലേക്ക് ആ സമയത്ത് കണ്ടാൽ സ്വീകരിക്കാം. അപ്പുറത്തെ നാട്ടിൽ വളരെ ഉദയ സമയമായിരിക്കും, അപ്പൊ അവിടെ കണ്ടാൽ നമുക്ക് സ്വീകരിക്കാം. അതാണ് ഒരഭിപ്രായം. ഇതാണ് ലോകത്തെ ഭൂരിപക്ഷാഭിപ്രായം. ലോകത്തെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതാണ്. ഇത് ശരിയാണ്. അപ്പൊ ഓരോ നാട്ടിലും വേറെ വേറെ കാഴ്ചയാണ് എന്നുള്ളതാണ് ഭൂരിപക്ഷ അഭിപ്രായം എന്നാണ് ഫൈസൽ മൗലവി പറഞ്ഞത്. ഇത് ശരിയാണ്. ഈ വീക്ഷണം ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അദ്ദേഹം യാതൊരു അടിസ്ഥാനവുമില്ലാതെ വാതുറന്ന് അങ്ങ് പറയുന്നു എന്നല്ലാതെ അതിൽ പരം മറ്റൊന്നും നമുക്ക് കാണാനില്ല. ഇതിന് ബഷീർ സലഫി കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് എന്താണ്? ഓരോ നാട്ടുകാർക്കും അവരുടെ കാഴ്ചയാണുള്ളത്. അതാണ് സൂമൂലി റുയ്യത്തി വഫ്തിറുൽ റുയ്യത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ താല്പര്യം. അതുകൊണ്ട് ഓരോ നാട്ടുകാരും അവരുടെ കാഴ്ച അനുസരിച്ച് പോവുക എന്നതാണ് നിലപാട്. അതാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഭൂരിപക്ഷ അഭിപ്രായം അതല്ല എന്നാണ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. ഇപ്പൊ ഞാൻ മുകളിൽ പോസ്റ്റിട്ടുള്ള നിങ്ങൾ നോക്കുക, അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ എന്ന് പറയുന്ന ഗ്രന്ഥം അബ്ദുറഹ്മാനുൽ ജുസൈരിയാണ് അത് എഴുതിയിട്ടുള്ളത്. അതായത് മാലിക്കി, ഷാഫി, ഹനഫി, മാലിക്കി, ഷാഫി,
ഹനഫി, ഹനാബില, ഈ 4 മദ്ഹബുകൾക്ക് ഓരോരോ വിഷയത്തിലുള്ള അഭിപ്രായങ്ങളുടെ ക്രോഡീകരണമാണ്. അപ്പൊ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പൊരുൾ എന്താണെന്നാ പറയുന്നത്. ആ ഹെഡിങ്ങൾ വായിക്കുക. ഇദാ സബതൽ ഹിലാലു ബിഖുതുരി മിനൽ അഖ്താർ. വ്യത്യാസത്തിന്റെ പൊരുൾ എന്താണെന്നാ പറയുന്നത്. ആ ഹെഡിങ്ങൾ വായിക്കുക. ഇദാ സബതൽ ഹിലാലു ബിഖുതുരി മിനൽ അഖ്താർ. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഹിലാല് സ്ഥിരപ്പെട്ടാൽ, ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇദാ സബതത് അൽ ഹിലാലു ബിഖുത്രിൻ മിനൽ അഖ്താർ, ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹിലാല് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ഇദാ സബതത് റുയത്തുൽ ഹിലാലി, ഹിലാൽ ദൃശ്യമായി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ, ബിഖുത്രിൻ മിനൽ അഖ്താർ, ഏതെങ്കിലും ഒരു പ്രദേശത്ത് അങ്ങനെ ഉണ്ടായി എന്ന് സ്ഥിരപ്പെട്ടാൽ, വജബ സൗമു, നോമ്പ് നിർബന്ധമായി, അലാ സായിരിൽ അഖ്താർ, മറ്റുള്ള പ്രദേശക്കാർക്കൊക്കെ. ഒരു പ്രദേശത്ത് ഹിലാല് ദൃശ്യമായി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ ആ കാഴ്ച മറ്റുള്ള നാടുകൾക്കും ബാധകമായി, നിർബന്ധമായി. ഇപ്പൊ കേരളത്തിൽ കണ്ടാൽ കേരളക്കാർക്ക് മാത്രമൊന്നല്ല, കേരളത്തിൽ കണ്ടാൽ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടുകാർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ആ വിവരം എവിടെയൊക്കെയാണ് എത്തുന്നത് അവർക്കൊക്കെ ബാധകമായി. അതാണ് ഇവിടെ പറയുന്നത്. ലാ ഫർഖ ബൈനൽ ഖരീബി മിൻ ജിഹത്തി സുബൂതി വൽ ബഈദി. അത് ദൃശ്യമായ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലങ്ങളെന്നോ അകന്ന സ്ഥലങ്ങളെന്നോ വ്യത്യാസമില്ല. ദൂരമുള്ള സ്ഥലമാണോ പറ്റൂല, അടുത്ത സ്ഥലമാണെങ്കിൽ പറ്റും എന്ന് വ്യത്യാസമില്ല. അകലെ അടുത്തത് എന്ന വ്യത്യാസമില്ലാതെ ആർക്കാണോ ആ വിവരം എത്തുന്നത്, ഇദാ ബലഗഹും മിൻ ത്വരീഖിൻ മൂജിബിൽ ലിസ്സൗമി, ആ സൗമ് നോമ്പ് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ ആ സംഗതി, ആ വിവരം ആർക്കൊക്കെയാണോ എത്തുന്നത് അവർക്കൊക്കെ. അപ്പൊ എത്തുന്നവര് എത്താത്തവരുണ്ടാവുക സ്വാഭാവികമാണ്. ആർക്കൊക്കെ ആ വിവരം എത്തിയോ ആ എത്തിയവർക്കൊക്കെ അത് ബാധകമായി, നോമ്പ് നിർബന്ധമായി. വലാ ഇബ്റത ബി ഇഖ്തിലാഫി മത്ലഇൽ ഹിലാലി മുത്ലഖാ. ഇവിടെ ചന്ദ്രന്റെ ഉദയാസ്തമയ വ്യത്യാസം അഥവാ മത്ലഉൽ ഹിലാൽ, ഹിലാൽ ഉദിക്കുന്ന സ്ഥലങ്ങൾ, അതാണ് ഇപ്പൊ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്. ഉദയാസ്തമനങ്ങൾ വ്യത്യാസമാണ്. സൂര്യന്റെ ഉദയാസ്തമനങ്ങൾ വ്യത്യാസമായതുപോലെ ചന്ദ്രന്റെയും ഉദയാസ്തമനങ്ങൾ വ്യത്യാസമാണ്. അതുകൊണ്ട് ഓരോ നാട്ടുകാർക്കും ഓരോ കാഴ്ചയുണ്ട് എന്ന വാദമാണല്ലോ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ പറയുന്നത് വലാ ഇബ്റത ബി ഇഖ്തിലാഫി മത്ലഇൽ ഹിലാൽ, ഹിലാലിന്റെ ഉദയസ്ഥാനങ്ങളുടെ വ്യത്യാസങ്ങൾ ഇവിടെ പരിഗണിക്കേണ്ടതില്ല. മുത്ലഖൻ, നിരുപാധികം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്നിട്ട് പറയുന്നു ഇന്ദ സലാസത്തിൻ മിനൽ അയിമ്മത്തി, 4 മദ്ഹബിന്റെ 3 അയിമ്മത്തിന്റെ അടുക്കലും ഇതാ നിലപാട്. കണ്ടാ, 4 മദ്ഹബാ, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഇതിൽ 3 അയിമ്മത്തിനും ഉള്ള നിലപാട് ഒന്നാണ്, ഒരേ നിലപാടാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൃശ്യമായാൽ ആ വിവരം ആർക്കൊക്കെയാണോ എത്തുന്നത് അവർക്കൊക്കെ നോമ്പ് നിർബന്ധമായി. അവിടെ മത്ലഇന്റെ വ്യത്യാസമല്ല, ഹിലാൽ ഉദിക്കുന്ന സ്ഥാനങ്ങളുടെ വ്യത്യാസങ്ങൾ പരിഗണിക്കേണ്ടതില്ല. ആ വിവരം ആർക്കെത്തിയോ അവർക്കൊക്കെ അത് ബാധകമായി, നിർബന്ധമായി എന്നതാണ് 4 ഇമാമിയങ്ങളിൽ 3 ഇമാമിയങ്ങളുടെയും നിലപാട്. വഖാലഫ ശാഫിഇയ്യ. കണ്ടോ? അപ്പൊ ഷാഫിയാക്കൾ മാത്രമാണ് അതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞത്. ഇനി ഷാഫി മദ്ഹബിലെ തന്നെ ഭൂരിപക്ഷം അങ്ങനെയാണോ? അല്ല. ഇമാം ഷാഫി അടക്കം ഷാഫി മദ്ഹബിലെ ഒരു അഭിപ്രായവും എന്ത് തന്നെയാണ്? ഏകമാസപ്പിറ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ യാസിർ മൗലവിയും അംഗീകരിക്കുന്നുണ്ട്. 2 ഖിലാഫുകളെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം 1ാമത്തെ അഭിപ്രായം തെളിവ് സഹിതം, ഏകമാസപ്പിറയുടെ തെളിവ് എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ തെളിവ് സഹിതം തന്നെ യാസിർ മൗലവി ആ വിഷയം ചർച്ച ചെയ്ത് നമുക്ക് കേൾക്കാം. മാസപ്പിറവിയുടെ നിർണയസ്ഥാനത്തിലുള്ള വ്യത്യാസത്തെ പരിഗണിക്കേണ്ടതുണ്ടോ, പരിഗണിക്കേണ്ടതില്ലേ? അഥവാ ഒരു മുസ്ലിം നാട്ടിൽ മാസപ്പിറവി വീക്ഷിച്ചു കഴിഞ്ഞാൽ അത് മറ്റു നാടുകൾക്ക് ബാധകമാണോ, മറ്റു മുസ്ലിമീങ്ങൾക്ക് ഇത് ബാധകമാണോ, അതല്ല പ്രാദേശികമായ മാസപ്പിറവിയാണോ പരിഗണിക്കേണ്ടത്? ഒരു പ്രദേശത്ത്, ഓരോ പ്രദേശത്തും അവരവരുടെ മാസപ്പിറവിയാണോ നാം പരിഗണിക്കേണ്ടത്? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനമായും 2 അഭിപ്രായങ്ങളുണ്ട്. ധാരാളം പണ്ഡിതന്മാര് 1ാമത്തെ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അഥവാ ഒരു നാട്ടിൽ കണ്ടു
മാസം കണ്ടു കഴിഞ്ഞാൽ അത് മറ്റു നാടുകൾക്കൊക്കെ ബാധകമാണ്. അവർ തെളിവാക്കുന്നത് സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി, അതായത് നിങ്ങൾ ഹിലാൽ ദർശിച്ചാൽ നിങ്ങൾ നോമ്പ് എടുത്തുകൊള്ളുക, നിങ്ങൾ ഹിലാൽ ദർശിച്ചാൽ നിങ്ങൾ നോമ്പ് മുറിച്ചുകൊള്ളുക. അപ്പൊ ഈ ഹദീസ് ആമാണ്, അത് ഒരു നാട്ടിൽ മാത്രം ഒതുക്കാൻ പറ്റുകയില്ല, മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അത് ബാധകമാണ് എന്ന ഉമൂമിനെ പരിഗണിച്ചുകൊണ്ടാണ് ധാരാളം പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത്. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. അപ്പം ഈ ഒന്നാമത്തെ അഭിപ്രായം, അതായത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ് ഇവിടെ യാസർ മൗലവി പറഞ്ഞിരിക്കുന്നത്. ഫൈസൽ മൗലവി ഘടകവിരുദ്ധമായി സംസാരിച്ച് നമ്മൾ കേട്ടു. ഇനി അദ്ദേഹം അസുലിയായ പ്രശ്നം എന്താണ് എന്നുള്ളത് വ്യക്തമായി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതൊരു വിഷയമാണ്. അത് ഈ വിഷയം അവതരിപ്പിച്ച യാസർ മൗലവിയും അസുലിയായ പ്രശ്നത്തിൽ, ഇപ്പൊ അദ്ദേഹം ഒന്നാമത്തെ അഭിപ്രായം എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അത് മൂപ്പർ അവിടെ മടക്കി പൂട്ടി വെച്ചു. എന്നിട്ട് രണ്ടാമത്തെ അഭിപ്രായത്തിന് ഭൂരിപക്ഷത്തിന്റെ പിൻബലമുണ്ടെന്നും അതാണ് യഥാർത്ഥ അടിസ്ഥാനമുള്ളതെന്നും അതേപോലെ തന്നെ അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് എന്നും അത് അംഗീകരിക്കാത്തവർ ഭിന്നതയുടെ ആളുകളാണ് എന്നും പറയാൻ മണിക്കൂറുകളാണ് വിഷ്ടത്തിനു വേണ്ടി വക്കാലത്തുമായി വന്ന യാസർ മൗലവി ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അസുലിയായ പ്രശ്നം എന്താണ് എന്ന് ബഷീർ സലഫി വിശദീകരിക്കുന്നത് കൂടി നമ്മളിവിടെ കേൾക്കേണ്ടതുണ്ട്. അസ്ലു മസല എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ നോമ്പും പെരുന്നാളും എടുക്കുന്നത് കേരളക്കാരായ ആളുകളുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണ സംവിധാനങ്ങളുടെ രാജ്യങ്ങൾ, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ, അവിടെയുള്ള കാഴ്ച ഉണ്ടായി എന്ന വിവരം കൃത്യമായ സമയത്ത് കേരളക്കാരായ ആളുകൾ അറിഞ്ഞാലും ശരി, ഞങ്ങൾ അത് എടുക്കൂല, ആ കാഴ്ച ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾക്ക് കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശത്തിൽ എവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ മാത്രമേ ഞങ്ങൾ അത് സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് അസ്ലിയായ പ്രശ്നം. നമ്മൾ പറയുന്നു സൗദി അറേബ്യ ആകട്ടെ, ലോകത്ത് എവിടെയാകട്ടെ, ആര് കണ്ടാലും അത് അറിയിക്കുവാനും പ്രഖ്യാപിക്കുവാനും പ്രചരിപ്പിക്കുവാനും ആധികാരികമായ ഒരു അതോറിറ്റി ആണെങ്കിൽ ആ അതോറിറ്റിയുടെ തീരുമാനം മുസ്ലിമീങ്ങൾ അംഗീകരിക്കാന്നുള്ളവർക്ക് നിർബന്ധമാണ്. അത് ഞങ്ങൾ വ്യക്തമായ തെളിവോടെ പറഞ്ഞിട്ടുണ്ട്. ഫമൻ ഷഹീദ മിൻകും അശ്ശഹ്റ ഫൽയസുംഹു, ആരാണോ ആ മാസത്തിന് സാക്ഷിയാകുന്നത് എങ്കിൽ അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ, വിശുദ്ധ ഖുർആന്റെ കൽപ്പന. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതി, നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക, കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്ക് പെരുന്നാൾ ആഘോഷിക്കുക. ഇതാകുന്ന അസ്ലിയായ തെളിവ്. ഈ തെളിവ് എന്ന് പറഞ്ഞാൽ കാലത്തിനോ ദേശത്തിനോ പരിമിതപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വന്നിട്ടില്ല. മറിച്ച് ഉണ്ട് താനും, എവിടെ കണ്ടാലും സ്വീകരിക്കാം എന്നുള്ള ആശയം കിട്ടുന്ന ഒരുപാട് തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിട്ടുണ്ട് താനും. അങ്ങനെ ഇരിക്കെ നമ്മൾക്ക് കൃത്യമായി വിവരം കിട്ടിയാൽ നമ്മൾ സ്വീകരിക്കുകയില്ല, നമ്മൾക്ക് ഇവിടെ തന്നെ കാണണം എന്നൊരു നിയമം ദീനുൽ ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ? ഇതാണ് അസ്ലിയായ പ്രശ്നം. ഈ പറയുന്ന ആളുകളുടെ ന്യായം അത് വെറും തൊള്ളവർത്താനം മാത്രമാണ്, പ്രാമാണികമായിട്ടല്ല അവർ വിഷയം പറയുന്നത്. ശരിക്കും നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ഫൈസൽ മൗലവി ഒരു അസൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ അസലിന് പ്രാമാണികമായ ഒരു പിൻബലവും അദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തെ ന്യായീകരിക്കാനും അതിന് തെളിവുകൾ എവിടുന്നെങ്കിലും കണ്ടെത്തി കൊടുക്കാൻ വന്ന യാസർ മൗലവിക്കും ഈ വിഷയത്തിൽ ഒരു പ്രാമാണികത അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് നിങ്ങൾ പരിശോധിക്കണം. അദ്ദേഹം പറയുന്ന ആ കാര്യം നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? ഇവിടെ അദ്ദേഹം പറയുന്ന വിഷയം നിങ്ങൾ ശരിക്കും നന്നായിട്ട് ശ്രദ്ധിക്കാം. ഫൈസൽ മൗലവി ഈ വിഷയത്തെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാം. ചന്ദ്രൻ എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല ഉദിക്കലും അസ്തമിക്കലും. നമ്മളെ കലണ്ടർ നോക്കിയാൽ അറിയാം, 4 സ്ഥലം കലണ്ടർ കൊടുത്തുണ്ടാവും. കാസർഗോഡ്, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, 4 ഭാഗത്ത് നിസ്കാര സമയം കലണ്ടറിലുണ്ടാവും. ശരിക്കും 4 ഒന്നല്ല, 10-15 സ്ഥലം കൊടുക്കാൻ മാത്രം വകുപ്പുണ്ട്. ഇതൊക്കെ മാറ്റം വരും, ചെറിയ മിനിറ്റിന്റെ വ്യത്യാസം, ഈ ദിശ മാറുന്നതിലും മാറും. അപ്പൊ ഈ 4 ഏതാണ്ട് ഒരേ ലൈനാണ്, തീരദേശമാണ്. കിഴക്കോട്ട് പോകുമ്പോൾ ഈ മാറ്റമാവും, ഈ നിലമ്പൂര് വഴിക്കോ അങ്ങോട്ട് പോയാൽ മാറ്റമാവും. അത് കൊടുക്കാത്ത നമുക്ക് ഈ ഭാഗത്തേക്ക് അധികമില്ല, കേരളം ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാൻ. അതുകൊണ്ടാണ് ഈ ഒരു 4 ഏരിയ അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ പരിഗണിക്കുന്നത് ഇപ്പോ കോഴിക്കോടാണ്. കോഴിക്കോട് ടൈമാണ്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ഇവിടെയും കോഴിക്കോടും ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. ഇനി ഊട്ടി പോയാൽ സമയ വ്യത്യാസം ഉയർന്ന സ്ഥലമാണ്. ഉദയ വ്യത്യാസമാണ് സാധാരണ പരിഗണിക്കപ്പെടുന്നത്. അതാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ കാലങ്ങളായി എല്ലാവരും സ്വീകരിച്ചു പോകുന്നതാണ് ഉദയ വ്യത്യാസം പരിഗണിക്കുന്നത്. അപ്പൊ കേരളത്തെ പൊതുവെ ഒരു ഉദയസ്ഥാനമായി കണക്കാക്കും. കേരളം എന്നത് ഒരു ഉദയസ്ഥാനം, അപ്പൊ അത് ഒരു നാട്, ആ പരിഗണനയിൽ അതൊരു നാട്. അപ്പൊ ആ നാട്ടിൽ എവിടെ കണ്ടാലും ആ നാട്ടുകാർക്ക് അത് ബാധകമാണ് എന്നാണ് നമ്മൾ കാലങ്ങളായി ഇവിടെ സമസ്തക്കാരും മുജാഹിദീങ്ങളും ഒക്കെ കാലങ്ങളായി സ്വീകരിച്ചു പോകുന്ന ഒരു നയം.
അതാണ് ഇതാണ് പ്രശ്നം. ഇതൊരു പ്രാമാണികമായ നയമല്ല, പാരമ്പര്യം ഖുറാഫികളുടെ സ്വഭാവമല്ലേ ഫൈസൽ മൗലവി? അത് ഖുറാഫികളുടെ രീതിയല്ലേ? പാരമ്പര്യമാണോ ഇസ്ലാമിന്റെ ആധാരം? അല്ല. ഇപ്പൊ പ്രമാണമില്ല. അദ്ദേഹം ഒരു നാടിനെ ഒരു മത്തലായി സ്വീകരിക്കണം എന്നുള്ളൊരു വിവരക്കേട് വേറെ പറഞ്ഞു. എങ്ങനെ ഓരോ നാട് അതിർത്തിയൊക്കെ പിൽക്കാലത്ത് നിർണ്ണയിക്കപ്പെട്ട സാധനമാണ്. ഉദയം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതലേ ഉള്ളതാണ്. ഉദയാസ്തമയങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നാട് വിഭജിച്ചത്? അല്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാടിന്റെ വ്യത്യാസമാണ് ഒരു ഉദയസ്ഥാനമായി പരിഗണിക്കേണ്ടത് എന്ന വിവരക്കേട് പറയാൻ ഈ സംഘടനാവാദികളെ പ്രേരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ നന്നായി നോക്കണം, നിങ്ങൾ നന്നായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം എന്നാൽ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇഖ്തിലാഫുൽ മത്താലി പരിഗണിക്കേണ്ടതില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഒരിടത്ത് പറയാ ഇഖ്തിലാഫുൽ മത്താലി പരിഗണിച്ചിട്ടാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. രണ്ടാമത് പറയാണ് ഒരു നാട് ഇസ്ലാമിക രാജ്യത്ത് ഇഖ്തിലാഫുൽ മത്താലി പരിഗണിക്കേണ്ട. ഇത് വൈരുദ്ധ്യമാണ്. ഇത് യാസർ മൗലവിക്കും സംഭവിച്ചിട്ടുണ്ട് ഈ വൈരുദ്ധ്യം. അതേപോലെ തന്നെ ഫൈസൽ മൗലവിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ വൈരുദ്ധ്യം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? പ്രമാണങ്ങളെ അവഗണിച്ച് നമ്മുടെ നാട്ടിൽ കുബൂരികളും അതേപോലെ തന്നെ ഗൈനമുകാരും മറ്റുള്ളവരും ഒക്കെ പാരമ്പര്യമായി സ്വീകരിച്ചു വരുന്ന രീതി ഇതാണ്. പ്രമാണങ്ങളെ വിട്ട് പാരമ്പര്യത്തിന്റെ പിറകെ യാത്ര ചെയ്യുന്ന ഈ ഇഖ്വാനി സ്വഭാവം നിങ്ങളിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഈ വൈരുദ്ധ്യം നിങ്ങളിൽ സംഭവിച്ചത്. അദ്ദേഹം ഇതൊന്നുകൂടി തർപ്പിച്ച് പറയുന്നു. നോക്കൂ, ഈ ഒരു വൈരുദ്ധ്യം 2-3 രീതിയിൽ നാടിന്റെ പരിധി നിശ്ചയിക്കപ്പെടും. ഒന്ന്, ഒരു നാട്ടിലെ മുസ്ലിമീങ്ങൾ മൊത്തം ഇസ്ലാമികമായ ഭരണത്തിന് കീഴിലാണ് എങ്കിൽ ആ ഭരണാധികാരിയുടെ അധികാരമുള്ള പ്രദേശങ്ങളൊക്കെ ഒരു നാടായിട്ടാണ് അപ്പൊ കണക്കാക്കുക. അതിനുള്ളിൽ സമയവ്യത്യാസം ഉണ്ടാവാം, ഉദയവ്യത്യാസം ഉണ്ടാകാം, അതൊന്നും പരിഗണിക്കപ്പെടുകയില്ല. ഉദാഹരണമായി സൗദി അറേബ്യ വിശാലമായ നാടാണ്. ദമാമും ജിദ്ദയും തമ്മിൽ 3/4 മണിക്കൂർ സമയവ്യത്യാസം പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ചലനങ്ങൾ, ചന്ദ്രന്റെ ചലനങ്ങളൊക്കെ ആ നിലയിൽ മാറ്റമുണ്ടാവും. പക്ഷെ ആ രാജ്യത്ത് എവിടെ കണ്ടാലും ആ നാട്ടിൽ കണ്ടു എന്ന പരിഗണനയിൽ അത് ആ നാട്ടിൽ മൊത്തം ബാധകമാണ്. അതാണ് അതിലുള്ളത്. അത് ഇസ്ലാമിക ഭരണമാണ്, ഒരു ഭരണാധികാരിയാണ്. ആ നാട്ടിൽ രണ്ടഭിപ്രായം പറ്റൂല, ഇവിടെ കണ്ടിട്ടില്ല അവിടെ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. ആ ഭരണാധികാരിക്ക് അധികാരമുള്ള പ്രദേശങ്ങളൊക്കെ അതിന് കീഴിൽ വരും. അപ്പൊ ഒരു ഭരണാധികാരി എന്നുള്ളതാണ് മാസദർശനത്തിന്റെ ആധാരം. അപ്പൊ ഒരു ഭരണാധികാരി ഒരു മാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇഖ്തിലാഫുൽ മത്താലി നോക്കാതെ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അപ്പൊ ഇഖ്തിലാഫുൽ മത്താലിയാണ് മാസപ്പിറവിയുടെ ആധാരം എന്ന ആശയം പൊളിഞ്ഞില്ലേ? അതാണ് ഇവിടെ ബഷീർ സലഫി കൃത്യമായി നേരത്തെ വിശദീകരിച്ചു പോകുന്നത്. നമുക്ക് അതിന്റെ ബാക്കിയോട് കേൾക്കാം. അസ്ലു മസല എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ നോമ്പും പെരുന്നാളും എടുക്കുന്നത് കേരളക്കാരായ ആളുകളുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണ സംവിധാനങ്ങളുടെ രാജ്യങ്ങൾ, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ, അവിടെയുള്ള കാഴ്ച ഉണ്ടായി എന്ന വിവരം കൃത്യമായ സമയത്ത് കേരളക്കാരായ ആളുകൾ അറിഞ്ഞാലും ശരി, ഞങ്ങൾ അത് എടുക്കൂല, ആ കാഴ്ച ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾക്ക് കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശത്തിൽ എവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ മാത്രമേ ഞങ്ങൾ അത് സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് അസ്ലിയായ പ്രശ്നം. നമ്മൾ പറയുന്നു സൗദി അറേബ്യ ആകട്ടെ, ലോകത്ത് എവിടെയാകട്ടെ, ആര് കണ്ടാലും അത് അറിയിക്കുവാനും പ്രഖ്യാപിക്കുവാനും പ്രചരിപ്പിക്കുവാനും ആധികാരികമായ ഒരു അതോറിറ്റിയാണെങ്കിൽ ആ അതോറിറ്റിയുടെ തീരുമാനം മുസ്ലിമീങ്ങൾ അംഗീകരിക്കാൻ എന്നുള്ളവർക്ക് നിർബന്ധമാണ്. അത് ഞങ്ങൾ വ്യക്തമായ തെളിവോടെ പറഞ്ഞിട്ടുണ്ട്. ഫമൻ ഷഹീദ മിൻകും അശ്ശഹ്റ ഫൽയസുംഹു. ആരാണോ ആ മാസത്തിന് സാക്ഷിയാകുന്നത് എങ്കിൽ അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ. വിശുദ്ധ ഖുർആന്റെ കൽപ്പന. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക, കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്ക് പെരുന്നാൾ ആഘോഷിക്കുക. ഇതാണ് അസ്ലിയായ തെളിവ്. ഈ തെളിവ് എന്ന് പറഞ്ഞാൽ കാലത്തിനോ ദേശത്തിനോ പരിമിതപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വന്നിട്ടില്ല. മറിച്ച് ഉണ്ട് താനും. എവിടെ കണ്ടാലും സ്വീകരിക്കാം എന്നുള്ള ആശയം കിട്ടുന്ന ഒരുപാട് തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് താനും. അങ്ങനെ ഇരിക്കെ നമ്മൾക്ക് കൃത്യമായി വിവരം കിട്ടിയാൽ നമ്മൾ സ്വീകരിക്കുകയില്ല, നമ്മൾക്ക് ഇവിടെ തന്നെ കാണണം എന്നൊരു നിയമം ദീനുൽ ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ? ഇതാണ് അസ്ലിയായ പ്രശ്നം. അസ്ലിയായ പ്രശ്നം ഇതാണ്. നമ്മുടെ നാട്ടിലുള്ളത് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. മറ്റുള്ളയിടത്ത് വിശ്വസ്തമായ അഭിപ്രായം വന്നാൽ അത് സ്വീകരിക്കാൻ പാടില്ല. അതിന്റെ തെളിവ് കൃത്യമായിട്ട് കൊണ്ടുവരാൻ ഇവർ ബാധ്യസ്ഥരാണ്. മനസ്സിലായില്ലേ? പലപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവർ ഇതിന് പറയുന്ന ന്യായം തന്നെ അത്ഭുതമാണ്. ചില പൂർവികരായ ഒറ്റപ്പെട്ട അഭിപ്രായം പറഞ്ഞ ചില പണ്ഡിതന്മാരൊക്കെ യാസർ മൗലവി ധാരാളം, യാസർ മൗലവി ആ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള ആളാണ്, അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉദ്ധരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ സാമാന്യമായി ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ, ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത ന്യായങ്ങളാണ്. ഒരു ന്യായം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? തൊട്ടടുത്ത നാട്ടിൽ, നമ്മൾ ഇവിടുത്തെ വിശുദ്ധത്തിന്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് നോക്കാം, അവർ
തമിഴ്നാട്ടിലത് ബഡ്കലത്തത് അബദ്ധത്തിൽ ഒരിക്കൽ സ്വീകരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ചില ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് തൊട്ടടുത്തുള്ള ബഡ്കലിൽ കണ്ടതുപോലും അവർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ അതിർത്തിയിലുള്ള സ്ഥലത്ത് കായൽപട്ടണത്ത് കണ്ടതുപോലും ഇത്തവണ മുഹറം മാസത്തിൽ അവർ സ്വീകരിച്ചിട്ടില്ല. അത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ മുഹറത്തിൽ ശരിക്കും വിസ്ഡം പരിഹാസ്യരായി. ഇവിടെ ലോകം മുഴുവൻ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും, വെള്ളിയാഴ്ച മുഹറം 9 താസുആ, ശനിയാഴ്ച മുഹറം 10 ആശുറാ, അതിനനുസരിച്ച് അവർ ആ സവിശേഷമായ നോമ്പെടുക്കുമ്പോൾ ഈ ആശുറാ വിസ്ഡത്തിന്റെ ആളുകൾക്ക് നഷ്ടമായി. അവരെന്ത് ചെയ്തു? അവർക്ക് വ്യക്തമായി ലോകത്ത് മാസം കണ്ട വിവരം അറിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണണം. ശരി, ഒരു ദിവസത്തിന്റെ വ്യത്യാസമൊക്കെ സ്വാഭാവികം. നമ്മുടെ നാട്ടിലെ ആ ഒരു ഉദയം പരിഗണിച്ചാൽ പോലും ശനിയാഴ്ച മുഹറം 9, ഞായറാഴ്ച മുഹറം 10 ആകേണ്ടതില്ലേ? ഒരു ദിവസം കൂടി മറികടന്ന് കുബൂരികളായ സമസ്തക്കാരുടെ പിന്നാലെ പോയി കുബൂരി ഖാലിമാർ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടതുള്ളൂ, ഞങ്ങൾക്ക് അവരുടെ മേൽ അപ്രമാദിത്വമൊന്നും കൽപ്പിക്കുന്നില്ല എന്ന തിട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കുന്ന വിസ്ഡം ആളുകൾ ഇവിടെ ഞായറും തിങ്കളും സ്വന്തം അനുയായികളും അനുഭാവികളുമായിട്ടുള്ള ആളുകൾ ചോദ്യം ചെയ്ത് എങ്ങനെ മറുപടി പറയണം എന്നറിയാതെ പലതരത്തിലുള്ള ഫിലോസഫിയും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രമാണങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് വെച്ച് ഫിലോസഫി പറഞ്ഞിട്ട് അവനവന്റെ അബദ്ധങ്ങളെ ന്യായീകരിക്കുന്ന വിസ്ഡത്തിന്റെ നിലപാടാണ് ഇപ്പോൾ ഈ മുഹറം മാസവുമായി നമ്മൾ കണ്ടത്. എന്നിട്ട് പറയാണെന്ത്, അടുത്ത നാട്ടിലെ നമ്മൾ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അത് ഗൈബാണ്. ആരോടായി പറയുന്നത്? ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാത്തതൊക്കെ ഗൈബാവും. അതായത് സൗദി അറേബ്യയിലെ മാസം കണ്ടാൽ അത് ഇന്ത്യ രാജ്യത്തുള്ള, ഇന്ത്യ രാജ്യം എന്നത് വിസ്ഡം സ്വീകരിക്കുന്നില്ല. അവരുടെ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള. ഇന്ത്യ രാജ്യം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ കൊടുത്തിട്ടുള്ള ഫത്വകളൊന്നും യാസർ മൗലവിയോ അതേപോലെ തന്നെ ഫൈസൽ മൗലവിയോ വിസ്ഡത്തിന്റെ പണ്ഡിതന്മാരോ ഒരിക്കലും അവർ മുഖവിലക്കെടുക്കാറില്ല. മറിച്ച് അവർ പെട്ടെന്ന് കേരളത്തിലേക്ക് അങ്ങ് ചുരുങ്ങുന്നത് കാണാം. ഇനി ഇത് കോഴിക്കോട്ടേക്കും മലപ്പുറത്തേക്കും ചുരുങ്ങുന്ന കാലം ഒട്ടും വിദൂരമല്ല. അത് നമ്മൾ കണ്ടു. പഴയ ഖാദിമാര് അപ്പുറത്തെ മഹലിലും ഇപ്പുറത്തെ മഹലിലും 2 നോമ്പും 2 പെരുന്നാളും കഴിച്ചതുപോലെ വിസ്ഡം തന്നെ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആ രൂപത്തിലേക്ക് മാറുന്ന കാലം ഒട്ടും വിദൂരമല്ല. നിങ്ങൾ നോക്കൂ, എന്തൊരു വിവരക്കേടാണ് പറയുന്നത്. ഇനി ഇത് വലിയ ആരെങ്കിലും പറഞ്ഞ സംഭവമാണെങ്കിൽ വലിയ വിവരക്കേട് എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. കാരണം സൗദി അറേബ്യയിൽ കണ്ട മാസം നമുക്ക് ഗൈബാണ്. ഗൈബായതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റൂല. വിവരക്കേട് പറയുന്നതിന് ഒരു അതിര് വേണ്ടേ? ഇത് മുൻകാലങ്ങളിൽ നമുക്കത് പറയാം. സൗദി അറേബ്യയിലെ മാസം കണ്ടെത്താൻ നമുക്ക് കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ഒരു പണ്ഡിതന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അവിടുത്തെ മാസം നമ്മൾ എങ്ങനെ അറിയും? അത് നമ്മളെ സംബന്ധിച്ച് ഗൈബല്ലേ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയേണ്ടതില്ലല്ലോ എന്ന് പണ്ട് പറയാം. ഇന്നത് ഗൈബാണോ? ഇന്ന് സൗദിയിലെ ഹിലാൽ ദർശനം ഇന്ത്യക്കാരെ സംബന്ധിച്ച്, കേരളീയരെ സംബന്ധിച്ച് ഗൈബാണോ? യാസർ മൗലവി വ്യക്തമാക്കണം. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഗൈബാണെന്ന് ഇപ്പോഴും പറയുന്നത്. അതായത് ദുർബലമായ കച്ചുത്തുരുമ്പുകൾ കൊണ്ട് തങ്ങളുടെ ഭീമാബദ്ധങ്ങളെ ന്യായീകരിക്കാൻ പെടാപാടുപെടുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ വോയിസ് ഒന്ന് കേൾക്കൂ. മറ്റുള്ള നാടുകളിൽ മാസപ്പിറവി ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ലേ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഗൈബാണ്, മറഞ്ഞ കാര്യമാണ്. ഈ മറഞ്ഞ കാര്യം ഒരിക്കലും അത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവലംബിക്കാൻ മറ്റുള്ള ജനങ്ങൾ ബാധ്യസ്ഥരല്ല, നിർബന്ധിതരല്ല. കണ്ടോ? ബാധ്യസ്ഥരല്ല എന്നാണോ നിർബന്ധിതരല്ല എന്നാണോ? അപ്പൊ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല, സ്വീകരിക്കൽ നിർബന്ധമല്ല എന്നുള്ളൊരു ശൈലിയും കൂടി അവിടെ യാസർ മൗലവി പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം എന്താ? പണ്ഡിതന്മാരുടെ നിലപാടും അതേപോലെ തന്നെ പൂർവ്വകാലം മുതൽ മാസപ്പിറവിയുടെ കാര്യം നിങ്ങൾ നോക്കും. അടുത്തടുത്ത രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ദൂര രാജ്യങ്ങളിലെ മാസപ്പിറ കാണാനും കണ്ടാൽ ആ വിവരം അറിയാനും ഒരു സാധ്യത ഇല്ലാത്ത കാലത്ത് പോലും അടുത്തടുത്തുള്ള മാസപ്പിറ കാണാനും അതേപോലത്തെ കണ്ടാൽ തന്നെ അത് തിരിച്ചറിയാനും സാധ്യത ഇല്ലാത്ത കാലം. മനസ്സിലായില്ലേ? അതായത് ദൂര രാജ്യങ്ങളിൽ മാസപ്പിറ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മാസപ്പിറ കണ്ടു എന്ന വിവരം നമുക്ക് തിരിച്ചറിയാൻ വകുപ്പില്ലാത്ത ഒരു കാലത്ത് ഉലമാക്കൾ പറഞ്ഞ എന്താ? അടുത്ത 4-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെയുള്ള ഫിഖഹ് ഉലമാക്കളൊക്കെ പറഞ്ഞ കാര്യം എന്താണ്? ഒരു നാട്ടിലെ മാസം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ്. അതാണ് പ്രമാണം. പ്രമാണത്തോട് യോജിക്കാത്തത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ടോ? പ്രമാണത്തോട് യോജിക്കാത്തത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ടോ? ഇല്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ പ്രമാണത്തോട് യോജിച്ചതാണ് സ്വീകരിക്കേണ്ടതെന്ന്. എന്നാൽ മഹത്തുക്കളായ പണ്ഡിതന്മാര് ഉദ്ധരിക്കുന്ന പ്രമാണങ്ങളാകുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ. അവരുദ്ധരിക്കുന്ന ഖുർആനിക ആയത്തുകൾ, സഹീഹായ ഹദീസുകൾ, സ്ഥിരപ്പെട്ട ഇജ്മാഅ്, സഹീഹായ ഖിയാസ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രമാണം. അങ്ങനെ ഈ പ്രമാണങ്ങളോട് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ യോജിക്കുകയാണെങ്കിൽ ആ അഭിപ്രായങ്ങൾ നമുക്ക് സ്വീകരിക്കാം. പ്രമാണങ്ങളോട് വിയോജിക്കുകയാണെങ്കിൽ നമുക്കത് സ്വീകരിക്കേണ്ട ബാധ്യതയില്ല. ഇവിടെ ഉറച്ചു നിൽക്കണം. പ്രമാണങ്ങളോട് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പ്രമാണങ്ങളോട് യോജിക്കുന്നത് നമ്മൾ എടുക്കണം, പ്രമാണങ്ങളോട് യോജിക്കാത്തത് തള്ളണം. ഇതല്ലേ നമ്മൾ പരിഗണിക്കേണ്ടത്? പ്രമാണങ്ങളിലേക്ക് നമ്മൾ വന്നാൽ എങ്ങനെയാ? ഖുർആൻ പറഞ്ഞെന്താ? ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ പിൻപറ്റണം. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയ. അവനെ കൂടാതുള്ളവരെ നിങ്ങൾ ഔലിയ ആയിട്ട് സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ പ്രമാണങ്ങളാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറ അൻ യകൂന ലഹുൽ ഖൈറത്തു മിൻ അംരിഹിം. ദീനിന്റെ ഒരു കാര്യത്തിൽ അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രമാണം നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് സത്യവിശ്വാസിനിക്കോ പാടുള്ളതല്ല. അപ്പോൾ മാസപ്പിറവി നിർണയത്തിന്റെ ഇസ്ലാമിക അടിസ്ഥാനം എന്ത്? നേരത്തെ ഇവിടെ ബഷീർ സലഫി സൂചിപ്പിച്ചു, ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മാസം കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കണം. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. സ്വഹീഹായ ഹദീസുകളിലുണ്ടോ? ഇല്ല. ഇനി ഖുറൈബിന്റെ ഹദീസ് പറയും, ഇൻഷാ അല്ലാഹ് അത് മാത്രം നമ്മൾ വേറെ വിശദീകരണത്തിൽ എടുക്കുന്നതുകൊണ്ട് ഞാൻ ആ നേരത്ത് പറയാം. പക്ഷെ ഖുറൈബിന്റെ ഹദീസിൽ പോലും എന്താണ്? ഷാമുകാരുടെ മാസദർശനം മദീനയിൽ അംഗീകരിച്ചില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് ഷാമും മദീനയും ഈ ഹദീസ് പ്രകാരം പ്രവർത്തിക്കുന്നുണ്ടോ? അപ്പൊ തന്നെ മനസ്സിലാക്കണം, ഇവർ പറയുന്ന വിശദീകരണമല്ല അതിനുള്ളത്. ഷാമിലെ മാസം മദീനക്കാർക്ക് ബാധകമല്ല എന്ന നിലപാടാണ് സ്വഹാബികൾക്കുണ്ടായിരുന്നതെങ്കിൽ സ്വഹാബികളെക്കാൾ ഉയർന്നവരൊന്നുമല്ലല്ലോ ഇന്ന് സൗദി അറേബ്യ ഭരിക്കുന്നവരും അവിടുത്തെ സലഫികളും. ഇന്ന് ഷാമിലും മദീനയിലും വ്യത്യസ്തമായ അവസ്ഥയാണോ? അപ്പൊ ഖുറൈബിന്റെ ഹദീസുമായി വരുന്നവർ ഷാമിലും അതേപോലെ തന്നെ മദീനയിലും ഒരേ മാസപ്പിറവയാണ് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തെ അവർ ബോധപൂർവ്വം മറച്ചു വെക്കുകയാണ്. അപ്പൊ ഈ വിഷയത്തിൽ കൃത്യമായ തെളിവുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ തെളിവ് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമൂ ലിറുയതിഹി, ഹിലാലിന്റെ ദർശനം അനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കണം. വഅഫ്തിറൂ ലിറുയതിഹി, ഹിലാലിന്റെ ദർശനം അനുസരിച്ച് പെരുന്നാൾ ആഘോഷിക്കണം അഥവാ നോമ്പ് മുറിക്കണം. ഫൈൻ ഹുമ്മ അലൈക്കും ഫഅക്മിലൂ ശഅബാന 30 യൗമ. ഇനി 29ാമത്തെ ദിവസം ശഅബാനിൽ മാസം കാണാതിരുന്നാൽ അത് 30 നിങ്ങൾ പൂർത്തീകരിക്കണം. മാസം കാണാതിരിക്കുന്നത് മേഘം മൂടുന്ന കാരണത്താൽ. ഇത് മുത്തഫഖുൻ അലൈഹി റിപ്പോർട്ട്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂമൂ ഹത്താ തറൗൽ ഹിലാൽ, നിങ്ങൾ ഹിലാൽ ദർശിക്കുന്നത് വരെ നോമ്പെടുക്കരുത്. വലാ തുഫ്തിറൂ ഹത്താ തറൗഹു, ഹിലാൽ ദർശിക്കുന്നത് വരെ നോമ്പ് മുറിക്കരുത്. കണ്ടോ? അപ്പൊ ഹിലാൽ ദർശിക്കുക എന്നുള്ളതാണ് ആധാരം. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്നത് എവിടുന്ന് കിട്ടി? അതിന്റെ നിർബന്ധിതാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. ഒരു നാട്ടിൽ ഹിലാൽ ദർശിച്ച വിവരം മറ്റൊരു നാട്ടിൽ അറിഞ്ഞില്ല. അപ്പോൾ അവർ അവരുടെ നാട്ടിലെ ഹിലാലിനെ പരിഗണിക്കേണ്ടി വന്നു. അത് സ്വാഭാവികമാണ്, അത് നിർബന്ധിതാവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടല്ലാതെ അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്തുകൊണ്ട് ആ മാസം സ്വീകരിച്ചുകൂടാ എന്നുള്ളതിന് വ്യക്തമായ പ്രാമാണികമായ മറുപടി നമ്മുടെ വിസ്തക്കാർക്കില്ല. ഖുബൂരി ഖാദിമാരെ നമ്മൾ പിന്തുണക്കണ്ടേ എന്നുള്ള വിവരക്കേട് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ മദ്ഹബിലും ഈ വീക്ഷണമാണ്. ഹനഫി മദ്ഹബിൽ എന്താ? വൈദാ സബത ഫീ മിസ്റിൻ ലസിമ സായിറൻ നാസ്, മിസ്റിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും അത് നിർബന്ധമായി. ഫയൽസമു അഹ്ലൽ മശ്രിഖി ബിറുയത്തി അഹ്ലിൽ മഗ്രിബ്, മഗ്രിബ് കിഴക്കുള്ള ആളുകൾക്ക് പടിഞ്ഞാറുള്ളവരുടെ ദർശനം നിർബന്ധമാണ്. അതാണ് ഫീ ലാഹിൽ മദ്ഹബ്, മദ്ഹബിന്റെ പ്രത്യക്ഷമായ അഭിപ്രായം. ഇബ്നുൽ ഹുമ്മാം ഫത്ഹുൽ ഖദീർ രേഖപ്പെടുത്തി. ഹനഫി മദ്ഹബ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇബ്നു ആബിദീൻ പറഞ്ഞതാ വഹുവൽ മുഅ്തമദു ഇൻദനാന, അതാണ് ഞങ്ങളുടെ അരികിൽ അവലംബനീയമായ അഭിപ്രായം. ഒരു നാട്ട് കിഴക്ക് മാസം കണ്ടാൽ പടിഞ്ഞാറുള്ളവർ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും അതനുസരിച്ച് നോമ്പോ പെരുന്നാളോ സ്വീകരിക്കൽ ബാധ്യതയുള്ളതാണ്. മനസ്സിലായില്ലേ? റദ്ദുൽ മുഖ്താറിന്റെ ഹാഷിയയിൽ ഇബ്നു ആബിദീൻ പറഞ്ഞു. ഇനി ഹംബലി മദ്ഹബിന്റെ വീക്ഷണം എന്താ? ഇൻസാഫിൽ കാണാം. മർദാവി പറയാനുണ്ട്, വൈദാ റഅൽ ഹിലാല അഹ്ലു ബലദിൻ, ഒരു നാട്ടുകാർ ഹിലാലിനെ കണ്ടാൽ ലസിമൻ നാസു കുല്ലുഹും സൗം, എല്ലാ നാട്ടുകാർക്കും നോമ്പ് നിർബന്ധമായി. ലാ ഖിലാഫ ഫീ ലുസൂമി സൗമി അലാ മൻ റആ, കണ്ട ആളുകൾക്ക് മാത്രമല്ല അത് ബാധകമാകുന്നത്. അതിന്റെ ബാധകത്തിൽ ഒരു വ്യത്യാസമില്ല. കണ്ട ആളുകൾക്ക് മാത്രമല്ല. വ അമ്മാ മൻ ലം യറഹു, കണ്ടവനും കാണാത്തവനും നോമ്പ് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ ഖിലാഫില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇൻ കാനത്തിൽ മതാലിയു മുത്തഫിഖതൻ ലസിമഹും സൗമു അയ്ളൻ, ഇനി മത്തലകൾ ഒരുമിച്ചാണെങ്കിൽ അവർ നോമ്പെടുക്കൽ നിർബന്ധമാണ്. വ ഇൻ ഇഖ്തലഫത്തിൽ മതാലി, ഉദയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മറ്റൊരു നാട്ടിലെ മാസം കണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധമായി. മനസ്സിലായില്ലേ? ഫസ്സഹീഹു മിനൽ മദ്ഹബി ലുസൂമുസ് സൗമി അയ്ളാ, നോമ്പെടുക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ് ഹംബലി മദ്ഹബിന്റെ വീക്ഷണം എന്നുള്ള കാര്യം ഇൻസാഫിൽ രേഖപ്പെടും. ഇനി മുഗ്നിയിൽ ഇമാം ഇബ്നു ഖുദാമ മുഗ്നിയിൽ പറഞ്ഞെന്താ? വൈദാ റഅൽ ഹിലാല അഹ്ലു ബലദിൻ ലസിമ ജമീഉൽ ബിലാദി സൗം, ഒരു നാട്ടുകാർ ഹിലാൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാ നാട്ടുകാർക്കും നോമ്പ് നിർബന്ധമായി. മനസ്സിലായില്ലേ? ഹിജറ 4-ാം നൂറ്റാണ്ടിൽ തന്നെ വളരെ വ്യക്തമായി ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടു. യാസർ മൗലവി പറഞ്ഞെന്താ? പ്രമാണങ്ങൾ വന്നാൽ അതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. പ്രമാണങ്ങളോട് യോജിക്കാത്ത പണ്ഡിതാഭിപ്രായങ്ങൾ വന്നാൽ അത് തള്ളിക്കളയണം. ഇതാണ് ഞങ്ങൾ സലഫികൾ, നിങ്ങൾ സംഘടനാ മനഹജുകാരോട് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി മാലിക്കി മദ്ഹബിൽ എന്താ? വൈദാ റആ അഹ്ലുൽ ബസറത്തി ഹിലാല റമദാൻ സുമ്മ ബലഗ ദാലിക അഹ്ലൽ കൂഫത്തി വൽ മദീനത്തി വൽ യമൻ. മനസ്സിലായില്ലേ? അതായത് ബസറക്കാര് റമദാനിന്റെ ഹിലാല് കണ്ടാൽ ആ വിവരം കൂഫയിലോ മദീനയിലോ യമനിലോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? ഫല്ലദീ റവാഹു ഇബ്നുൽ ഖാസിം വബ്നു വഹബ് അൻ മാലിക്കിൻ, മാലിക്കിൽ നിന്ന് ഇബ്നുൽ ഖാസിമും ഇബ്നു വഹബും ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയ വീക്ഷണം എന്താണ്? ലസിമഹുമുസ് സിയാം, മദീനയിലും യമനിലും കൂഫയിലും ഉള്ളവർക്ക് ബസറക്കാരുടെ റുഖിയത്ത് അനുസരിച്ച് പ്രവർത്തിക്കൽ നിർബന്ധമാണ്. ഫൈസൽ മൗലവി പറഞ്ഞെന്താ? ഭൂരിപക്ഷ അഭിപ്രായം ഏകമാസപ്പരല്ല, മത്തല അനുസരിച്ചാണ്. എന്നിട്ട് മത്തലയെ കുറിച്ച് പറഞ്ഞപ്പോഴോ സൗദി അറേബ്യയിൽ വ്യത്യസ്ത മത്തലാണെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല. ഇനി കേരളത്തിൽ വ്യത്യസ്ത മത്തല ഉണ്ടെങ്കിലോ അതും പരിഗണിക്കേണ്ടതില്ല. ഒരു ഭാഗത്ത് പറയാ മത്തലയുടെ വ്യത്യാസം അനുസരിച്ച് പരിഗണിക്കലാണ് ഭൂരിപക്ഷാഭിപ്രായം എന്ന് പറയാ. പറഞ്ഞു വരുമ്പോഴോ മത്തല അവിടെ മാറ്റിവെച്ച് നാടിന്റെ അഭിപ്രായം പരിഗണിക്കണമെന്ന് മറ്റൊരു വീക്ഷണം പറയുക.
എന്നാൽ ഈ വിഷയത്തിന് പ്രാമാണികമായി വല്ലതും ഉദ്ധരിക്കാനുണ്ടോ? ഇല്ല. ആകെ കൊണ്ടുവരാനുള്ളത് എന്താണ്? ഖുറൈബിന്റെ ഒരു സംഭവമാണ്. ആ സംഭവമാണെങ്കിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് പഴുതുള്ളതും സ്ഥിരമായ ഒരു തെളിവായി അവതരിപ്പിച്ചുകൂടാൻ പറ്റാത്തതുമാണ് എന്ന് പൗരാണികരും ആധുനികരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മാത്രം നമ്മൾ അടുത്തൊരു ഘട്ടത്തിൽ ചർച്ചക്കെടുക്കുന്നുണ്ട്. ഇനി ഇമാം ഇറാഖി തർഹു തസ്രീബിൽ പറഞ്ഞ എന്താ? വഖാല ആഖറൂൻ ഇദാ റുഇയ ബിബലദിൻ, ഒരു നാട്ടിൽ മാസം കാണപ്പെട്ടാൽ ലസിമ അഹ്ലു ജമീൽ ബിലാദി സൗം, എല്ലാ നാട്ടുകാർക്കും നോമ്പ് വാജിബായി കഴിഞ്ഞു. വഇലൈഹി ദഹബൽ ഖാദി അബു തയ്യിബ്, ഇതാണ് ഖാദി അബു തയ്യിബ് ആ വീക്ഷണം മദ്ഹബാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞ് ഇത് വഖ്താറഹു ജമീഉ അസ്ഹാബിന, നമ്മുടെ മദ്ഹബിന്റെ ആളുകൾ ഒക്കെ ഈ അഭിപ്രായം തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇമാം ഇറാഖി പറയുന്നത് വഹഖാഹുൽ ബഗ്വി അനി ശാഫിഈ, ഇമാം ബഗ്വി ഷാഫിയുടെ അഭിപ്രായമായും ഈ ഏക ഹിലാൽ ദർശനത്തെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഭിന്നിപ്പുകാരെന്ന് പറഞ്ഞത് എന്ന് യാസർ മൗലവി വ്യക്തമാക്കണം. പലതവണ നിങ്ങൾ ആവർത്തിച്ച ഒരു കാര്യമാണ്, ഞങ്ങൾ ഭിന്നിപ്പിന്റെ ആളുകളാണ്, ഖുബൂരി ഖാലിമാരെയും പച്ച കാഫിറുകളെയും ഞങ്ങൾ പിന്തുണക്കാത്തത് കൊണ്ടാണോ ഞങ്ങൾ ഭിന്നതയുടെ വക്താക്കളായി പറയുന്നത്? ഖുബൂരികളെയും ഷിയകളെയും പിന്തുണക്കാൻ ആവശ്യപ്പെടുകയും അവരെ അഹ്ലുസുന്നയോട് തഖ്രീബ് ചെയ്യാൻ പണിയെടുക്കുകയും ചെയ്യുന്ന ഇഖ്വാനികളുടെ മദ്ഹബുകളിലേക്ക് നിങ്ങൾ ആപതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായി ഈ ഒരു ചർച്ചയെ ഞങ്ങൾ കാണുന്നു എന്നുള്ള ഗൗരവം നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ടാമത്തെ ഭാഗത്തെ ചർച്ച ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ ഇവിടെ ഇന്നത്തെ ഈ ചർച്ചയിൽ ഞാൻ പ്രധാനമായി കൊണ്ടുവന്നിരിക്കുന്നത് ഹിലാൽ മാസദർശനത്തിന്റെ ആധാരം മാസം കാണുക എന്നുള്ളതാണ്. അത് അവനവന്റെ നാട്ടിൽ കാണണം എന്നുള്ളതിന് ആ വാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് പോലും തെളിവില്ല. എന്നാൽ അവനവന്റെ നാട്ടിലെ ഉദയ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അവനവന്റെ നാട്ടിൽ ഏത് ഉദയമാണോ ഉള്ളത് ആ ഉദയത്തിനനുസരിച്ചാണ് മാസം സ്വീകരിക്കേണ്ടത്. മറ്റു നാട്ടിലെ ഉദയം നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷ അഭിപ്രായം എന്ന ഫൈസൽ മൗലവിയുടെ വിസ്ഡം വാദം ഒരു വിസ്ഡവുമില്ലാത്ത വാദമാണ്. സംഘടനക്ക് ഗ്ലോബൽ എന്ന് പേരിടുകയും എന്നാൽ ഗ്ലോബലായി ഒരു മാസപ്പിറ സ്വീകരിക്കാൻ തന്റെ ഇടമില്ലാതെ തനി ലോക്കൽമാരായി മാറി ഖുബൂരികളുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യുന്ന ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം. ഇനി മറ്റു നാട്ടിലെ മാസം ഗൈബായതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് എവിടെ നിന്ന് യാസർ മൗലവി കൊണ്ടുവന്നതാണെങ്കിലും അത് എത്ര വലിയ ആൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൊണ്ടുവന്നത് എങ്കിലും പ്രമാണത്തോട് അത് യോജിക്കുന്നില്ല. അത് നമ്മൾ ഇവിടെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് പ്രാമാണികമായി മാസം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ നിങ്ങളുടെ തടസ്സം എന്താണ്? പ്രാമാണികമായി, അതായത് ഒരു നാട്ടിൽ മാസം കണ്ടു എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള തടസ്സം നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് പ്രാമാണികമായി ഒരു നാട്ടിൽ മാസം കണ്ടു എന്ന് വിശ്വസ്തമായി വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ നിങ്ങൾക്കുള്ള തടസ്സം അതെന്തുമാത്രമാണ്? തീർച്ചയായിട്ടും ഖുബൂരി ഖാദിമാരെ ഞങ്ങൾക്ക് പിന്തുടരാതിരിക്കാൻ പറ്റില്ല എന്ന നിങ്ങളുടെ പതിത്വം, അത് യഹൂദഭാവമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു. നിങ്ങളുടെ അങ്ങേയറ്റത്തെ പതിത്വമാണ്, മസ്കനത്തും വില്ലത്തുമാണ് നിങ്ങളെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് നന്നായി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തിരുത്താൻ ഇവിടെ തയ്യാറാവണം. ഇസ്ലാം മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ മതസംഘടനകളും അവനവന്റെ നാടനുസരിച്ച് അല്ലെങ്കിൽ അവനവന്റെ ഉദയസ്ഥാനം അനുസരിച്ച് ഇത് രണ്ടും യോജിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. ഒരു നാട്ടിൽ തന്നെ വ്യത്യസ്ത ഉദയസ്ഥാനങ്ങൾ വന്നാലും നാടിനെ പരിഗണിക്കണം. നമുക്ക് സംശയമൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥലത്ത് ഇസ്ലാമിക രാജ്യങ്ങളാണെങ്കിൽ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് വിധി പറയുന്നവരാണെങ്കിൽ അവരുടെ ഭരണാധികാരി നിശ്ചയിച്ച മാസത്തെ പരിഗണിക്കണം എന്ന കാര്യത്തിൽ ഇവിടെ സലഫികൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അവസ്ഥ നിലനിൽക്കുന്നില്ല. ആ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ല. ഇവിടെ ഖുബൂരികൾക്ക് പോലും ഒരേ മാസദർശനം പരിഗണിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് AP വിഭാഗം ഞായറാഴ്ച ആശുറ കഴിച്ചത്, EK വിഭാഗം തിങ്കളാഴ്ച ആശുറ കഴിച്ചത്. എന്നാൽ ലോക മുസ്ലിങ്ങളെല്ലാം ശനിയാഴ്ചയായിരുന്നു ആശുറ നോമ്പെടുത്തത് എന്ന് കാണാൻ സാധിക്കും. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ഇത് സംഘടനാപരമായ ഉയർച്ച താഴ്ചകളുടെ വിഷയമല്ല, സംഘടനാപരമായ അപ്രമാദിത്വങ്ങളുടെ വിഷയമല്ല. ഇത് ദീനാണ്, ഇബാദത്താണ്. അതുകൊണ്ട് പ്രമാണത്തിലേക്ക് മടങ്ങണം. പ്രാമാണികമായി പണ്ഡിതന്മാർ പറഞ്ഞതിലേക്ക് മടങ്ങണം. അതിനുള്ള വിശാലത നമുക്കുണ്ടാകണം. അപ്പൊ സംഘടനകളെക്കാൾ പ്രമാണത്തിന് കീഴ്പ്പെടുന്ന ഒരു ഇസ്തിസ്ലാം നമുക്കുണ്ടെങ്കിലേ യഥാർത്ഥ മുസ്ലിങ്ങളായി മാറാൻ കഴിയൂ. അതിന് അല്ലാഹു തൗഫീഖ്